കേരളക്കരയിലെ ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്ന, ഞാനടക്കമുള്ള ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഉസ്താദിനൊന്ന് കാണുക, അവസരം കിട്ടിയാലൊന്ന് മുസാഫഹത്ത് ചെയ്യാം. SSF 32ാമത് എഡിഷൻ സാഹിത്യോത്സവ് പാലക്കാട് നടന്ന സമയത്ത് സാഹിത്യോത്സവ വേദിയുടെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു കടയിൽ ഉണ്ണിയപ്പ കച്ചവടം നടത്തിയ ധന്യ എന്ന് പറയുന്ന ഒരു സഹോദരി, ധന്യ ചേച്ചി അറിയാത്തവരുണ്ടാകില്ല. പല അവസരങ്ങളിലും ഉസ്താദിനെയും SSFനെയും സാഹിത്യോത്സവിനെയും ഒക്കെ കുറിച്ച് വളരെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായം പറയുന്നവരായിരുന്നു. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ഉസ്താദ് നടത്തുന്ന കേരള യാത്ര ഇന്ന് പാലക്കാട് സ്വീകരണ വേദിയിൽ വെച്ച് ആ ചേച്ചിയുടെ പൊന്നുമോന് ഉസ്താദിനെ കാണാനും ഉസ്താദിൽ നിന്ന് ചെറിയൊരു സന്തോഷം ലഭിക്കുവാനുമുള്ള കാരണമുണ്ടായി. ആ വേദിയുടെ മുന്നിൽ തടിച്ചുകൂടിയ ആയിരങ്ങൾക്ക് കിട്ടാത്തൊരു സൗഭാഗ്യമല്ലേ ആ പൊന്നുമോന് കിട്ടിയത്. കേരളക്കരയിലെ ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്ന, ഞാനടക്കമുള്ള ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഉസ്താദിനൊന്ന് കാണുക, അവസരം കിട്ടിയാലൊന്ന് മുസാഫഹത്ത് ചെയ്യാം. SSF 32ാമത് എഡിഷൻ സാഹിത്യോത്സവ് പാലക്കാട് നടന്ന സമയത്ത് സാഹിത്യോത്സവ വേദിയുടെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു കടയിൽ ഉണ്ണിയപ്പ കച്ചവടം നടത്തിയ ധന്യ എന്ന് പറയുന്ന ഒരു സഹോദരി, ധന്യ ചേച്ചി അറിയാത്തവരുണ്ടാകില്ല. പല അവസരങ്ങളിലും ഉസ്താദിനെയും SSFനെയും സാഹിത്യോത്സവിനെയും ഒക്കെ കുറിച്ച് വളരെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായം പറയുന്നവരായിരുന്നു. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ഉസ്താദ് നടത്തുന്ന കേരള യാത്ര ഇന്ന് പാലക്കാട് സ്വീകരണ വേദിയിൽ വെച്ച് ആ ചേച്ചിയുടെ പൊന്നുമോന് ഉസ്താദിനെ കാണാനും ഉസ്താദിൽ നിന്ന് ചെറിയൊരു സന്തോഷം ലഭിക്കുവാനുമുള്ള കാരണമുണ്ടായി. ആ വേദിയുടെ മുന്നിൽ തടിച്ചുകൂടിയ ആയിരങ്ങൾക്ക് കിട്ടാത്തൊരു സൗഭാഗ്യമല്ലേ ആ പൊന്നുമോന് കിട്ടിയത്.